ഇന്ന് ഹെൽത്തി ആയിട്ടൊരു ചായ ഉണ്ടാക്കിയാലോ? അതൊരു ബ്ലൂ കളറിൽ. എങ്ങനെയാണെന്നല്ലേ? ഇവിടെ വീട്ടിൽ ശംഖുപുഷ്പം നട്ടതേ ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. കുറേ പൂക്കളും ഉണ്ടായി. പക്ഷെ ഇന്നാട്ടോ എനിക്കിത് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ എൻ്റെ ചെടിയിൽ നിന്ന് ഞാൻ 4 ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് എടുത്തേക്കുന്നത്. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് നല്ല ബ്ലൂ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ നല്ല ബ്ലൂ കളറിൽ വന്ന ചായ ഒരു ഗ്ലാസ്സിലോട്ട് പകർത്താം. കഴിഞ്ഞില്ല, ഇപ്പോഴും കുടിക്കാറായിട്ടില്ല കേട്ടോ. ഇനി ഒരു നാരങ്ങ മുറിച്ച് അതിൻ്റെ പകുതി എടുത്ത് അത് ഈ ചായയിലോട്ട് പിഴിഞ്ഞൊഴിക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് ചൂടോടെ കുടിച്ചു നോക്കൂ. അടിപൊളി ടേസ്റ്റാണേ. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണേ. ഓർമ്മശക്തിക്കും കാഴ്ചശക്തിക്കും നല്ല ഡൈജഷനും അതുപോലെ നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ കുറയ്ക്കാൻ വളരെ ഫലപ്രദമായ ഒന്ന് തന്നെയാട്ടോ ശംഖുപുഷ്പം ചായ. അപ്പോൾ ശംഖുപുഷ്പം വീട്ടിലുള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇല്ലാത്തവരും വിഷമിക്കണ്ടായിരുന്നു. ഈ ശംഖുപുഷ്പം കിട്ടുമ്പോൾ ഈ രീതിയിലൊരു ചായ ഉണ്ടാക്കി നോക്കണേ.